ചെറി വെച്ചിട്ട് നമുക്കിതൊരു ബദാമിൻ്റെ കൂട്ടിയും കിട്ടും പൊടിക്കും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ അവിടെ നിന്ന് ഒരു മുയൽ കിട്ടിയിട്ടുണ്ട്, മുയലെ കുട്ടി. ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി അവിൽ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫുഡ് ഫോർ പീപ്പിൾ തന്നെ സ്പെഷ്യൽ ആയിട്ടൊരു അവിൽ മിൽക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അവിൽ മിൽക്കിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ പാലക്കാട് മട്ട അവിൽ തന്നെയാണ്. അപ്പോൾ ഈ അവിൽ ശരിക്കും പറഞ്ഞാൽ പൊരി അവിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മൾ ഇവിടെ പാലക്കാട് മട്ട അവിലിനെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുപഴം എന്ന് അറിയപ്പെടുന്ന മൈസൂർ പഴമാണ് നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുണ്ട് ഈ പഴം. നമുക്ക് പൊളിച്ചിട്ട് നന്നായി ചതച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ പഴം പേസ്റ്റാക്കി നമുക്ക് പഴം ഒന്ന് തൊലിച്ചു കൊടുക്കാം. പഴം കൊണ്ട് തൊലിച്ചിട്ട് പിസ്ത എന്താ അടിപൊളി പിസ്ത പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ അവിടെ നിന്ന് ഒരു മുയൽ കിട്ടിയിട്ടുണ്ട്, മുയലെ കുട്ടി. അപ്പോൾ നന്നായി പേടിച്ചിട്ടുണ്ട് ഇതിലെ. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ അമ്മേൻ്റെ അടുത്തും കൊണ്ട് വിടാം. പാവല്ലേ ആ കത്തിച്ച അവിടെ നിന്ന് കിട്ടിയാണ് അവിടെ ഇങ്ങനെ നിൽക്കണം പേടിച്ചിട്ട്. ചെറിയ സാധനം കുടിച്ചോ. അപ്പോൾ ഇന്ന് എന്താല്ലേ ക്ലൈമറ്റ്, ഇന്നെന്തോ ഭാഗ്യം. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് ഉച്ച സമയത്ത് മഴക്കാറ് വന്നപ്പോൾ നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചു പണ്ടത്തെ പോലെ. പക്ഷെ മഴ പെയ്തില്ല. പക്ഷെ എന്നാലും മഴക്കാറുണ്ട് അല്ലേ? മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഴം നമുക്ക് നന്നായി ചതച്ചെടുക്കാം നമ്മുടെ ഈ കരണ്ടി കൊണ്ട്. ഇനി എങ്ങനെ ഗ്ലാസ്സിൽ അവിൽ മിൽക്ക് ഫിൽ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഐസ്ക്രീം തന്നെ ഇടാം. അപ്പോൾ ആദ്യം നമുക്കിതാ ഐസ്ക്രീം കൊണ്ട് തുടങ്ങാം. അപ്പോൾ ഐസ്ക്രീമിന് ശേഷം എന്താ നമ്മൾ നന്നായി പേസ്റ്റ് ആക്കി എടുത്ത ഈ പഴം അങ്ങോട്ട് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇടാം അതിൽ. ഒരല്പം നിലക്കടല ഇടാം. അടിപൊളി അല്ലേ? പിന്നെ അടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത അവില്. അവിലില്ലാണ്ട് എന്ത് അവിൽ മിൽക്കിലെ സ്ഥല. നമുക്ക് അവിൽ മിൽക്ക് ഓരോ ഗ്ലാസ് ഇങ്ങനെ കൂട്ടിയാണ് കൊടുക്കും. അപ്പോൾ അടുത്ത് മിൽക്കില്ലേ? അതെ, വെറും മിൽക്കല്ല, നമ്മളിത് കാച്ചി തണുപ്പിച്ച മിൽക്കാണ്. കാച്ചി തണുപ്പിച്ച മിൽക്ക് നമുക്ക് പൊളിക്കും സംഭവം. എന്താണെങ്കിലും ഭക്ഷണം പോലെ. വാവ്. ഓ പാലൊക്കെ വേണ്ട. ഈ അവിലൊക്കെ ഇങ്ങനെ കണ്ട് അവിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യൽ കേട്ടോ. ഫുഡ് ഫോർ പീപ്പിൾ സ്പെഷ്യൽ അല്ലേ? അതെ, കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല അല്ലേ ശരിക്കും? അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ പിന്നീട് എല്ലാം ഫ്രൂട്ട്സ് കുറേ അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് കസ്റ്റേർഡ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? അതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആക്കാം അല്ലേ? പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി. നിലക്കടലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്നാലും ഒന്ന് കളറാക്കാം.
അടിപൊളി അണ്ടിപ്പറപ്പ് അല്ലെങ്കിൽ കശുവണ്ടി. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ട് മാംഗോന്റെ ഐസ്ക്രീമാണ്. ഇത് പൊളിക്കൂലേ? എടുക്കട്ടെ. അയ്യോ, അങ്ങോട്ട് 2 സ്കൂപ്പ് ഇട്ടാൽ മതി അല്ലേ? ഒന്നും കൂടി ഇടല്ലേ? ഇത് പൊളിക്കും മക്കളെ. ഇനി കിറ്റ്കാറ്റും കൂടെ നമുക്ക് പൊളിച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കാം. കിറ്റ്കാറ്റ് ഭയങ്കര പാക്കിങ് ഉണ്ടോ? തുറക്കാൻ ഭയങ്കര പാടാണ്. അയ്യോ, ബ്രേക്ക്. അയ്യോ, ലുക്കായി ഇല്ലേ ചക്കെ? അപ്പോൾ നമുക്കൊരു ടൂട്ടി ഫ്രൂട്ട് നമുക്ക് നൈസായിട്ട് കൊടുക്കാം. ചെറി വെച്ചിട്ട് നമുക്കിതൊരു ബദാമിൻ്റെ കൂട്ടി അങ്ങോട്ട് പൊടിക്കും. പിസ്ത നമുക്ക് ഒരു മാക്സിമം പ്രോട്ടീൻ അടിപൊളി ഷേക്ക് അവിൽ മിൽക്ക് ആക്കണം അല്ലേ ഇതിനെ സുഹേലേ? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാം. സഹന ഇതെവിടെ പിടിച്ചോ? ഇവിടെ പിടിക്കുന്ന സ്ഥലം ഞാൻ ചിന്തണ്ടാ. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് സ്പെഷ്യൽ ഫുഡ് ഫോർ പീപ്പിളിലെ സ്പെഷ്യൽ അവിൽ മിൽക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുണ്ട്. നോക്കുക നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. എല്ലാം വരില്ല. അയ്യോ, നമ്മൾ അവിലൊക്കെ വന്ന് അയ്യോ നമുക്ക് തിന്നത് ഒരു രക്ഷയില്ല. ഷേന കളക്ക് ഇങ്ങനെ കളക്ക്. ഉള്ളിന്ന് അങ്ങനെ എടുത്തോട്ടാ. ഉള്ളിന്ന് കയറ്റ ഉള്ളിന്ന്. ഒരു വാരിൽ എത്ര പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡും കൂടെ ഒന്ന് ആഡ് ചെയ്തു. അതുപോലെ തന്നെ വാനില ഐസ്ക്രീം ഇടുന്നവിടെ നമ്മളൊന്ന് മാംഗോ ട്രൈ ചെയ്തു. വളരെ അടിപൊളി സംഭവം അല്ലേ ശരിയല്ലേ? വാനില നമ്മൾ സ്റ്റാർട്ടിങ് ഇട്ടു, അതിൻ്റെ ഏറ്റവും അടിയിൽ ലെയർ അല്ലേ? മേലത്തെ സ്കൂപ്പ് പഴത്തിൻ്റെ കൂടെ. പഴത്തിൻ്റെ ഫ്ലേവർ അറിയില്ല സുഖം അല്ലേ? കാരണം എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ പഴത്തിൻ്റെ ഫ്ലേവർ അറിയണ്ടോ? അമ്മരി ഒരൊറ്റ ടേക്കിൽ നമുക്ക് ന്യൂട്രിയൻസ് 100 ആണ്. മൂന്ന കുറേ ദിവസത്തിന് ശേഷം വന്നാണല്ലോ. വെറും അവിലും പാലും പഴവും പഞ്ചസാരയും എന്ന് ഉണ്ടാക്കാൻ തുടങ്ങി അവിൽ മിൽക്ക് നമ്മൾ ഇന്ന് 16 ഇൻഗ്രീഡിയൻസ് ചേർത്തിയ ഒരു അടിപൊളി അവിൽ മിൽക്ക് നമ്മൾ സ്പെഷ്യൽ അവിൽ മിൽക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടായതുകൊണ്ട് ഇന്ന് ഒരു തണുത്ത ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഈ കാലാവസ്ഥ ഇന്ന് നമ്മളെ തോൽപ്പിച്ചു. ഇന്ന് നല്ലൊരു കാറ്റ്, കുഴപ്പമില്ല, തണുത്ത കാറ്റാണെങ്കിലും അതിലൊരു അടിപൊളി അവിൽ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒന്ന് കുടിച്ചില്ലേ, ചില്ലായില്ലേ ശരിയല്ലേ? നല്ല ചൂടുണ്ടായിരുന്നു. ചൂടാ അത് ഇത് സ്ഥലത്തിന്റെ ഓണർ അവര് തന്നെ തീ വെച്ചതാണ്, അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോ ഇവിടെ വന്ന് തീ വെച്ചതെന്നാണ്. പേടിക്കണ്ട, നമ്മളെല്ലാം സേഫ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിലും അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.